ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു ഫലൂദ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പശു നെയ്യ് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം, കരിഞ്ഞു പോകാതെ നോക്കണേ. ഇതാ ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഈ നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു നെയ്യിൽ വറുത്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു ഫലൂദക്ക് കിട്ടുക. എന്നിട്ട് ഈ ഒരു അണ്ടിപ്പരിപ്പെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ 250 ml ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ ഈ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടിൻ കണ്ടൻസ് മിൽക്ക്, ചെറിയ ടിന്നാണ് എടുത്തിട്ടുള്ളത്, അതും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് കടിക്കാൻ ടേസ്റ്റാണ്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് അങ്ങ് മാറ്റാം, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നിർബന്ധമില്ല, അത് നമ്മൾ അപ്പോഴേ കഴിക്കാനാണെങ്കിൽ പൈനാപ്പിൾ എടുത്താൽ മതി. കുറച്ച് നേരം ഇരുന്ന് ചിലപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ആണെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ചൊരു 1/2 കപ്പോളം സേമിയ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു പുളിപ്പെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ പഞ്ചസാര നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. പഞ്ചസാര എല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു ഫ്രഷ് ക്രീമിൻ്റെ ഒരു മിക്സർ ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യിൻ്റെ അകത്ത് വറുത്തിട്ട് ആ ഒരു അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ അകത്ത് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സോസിന്, ഒരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കസ്കസ് വേണമെങ്കിൽ കുതിർത്തി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വാനില ഐസ്ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറി സിറപ്പോ റഫ്സയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. അപ്പോൾ അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഗസ്റ്റ് വരുന്ന സമയത്ത് അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം, വളരെ എളുപ്പമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും പറയാം. അപ്പോൾ പുതിയ നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.